ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് അമാവാസി സംബന്ധമായുള്ള ചില വാക്യങ്ങൾ വായിക്കാൻ തൊട്ടാണ് ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായ യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യമാണ്, ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. അമാവാസി നാള് ഒരു മാസത്തിൻ്റെ ആരംഭ ദിവസം. ഹിന്ദുക്കളുടെ ഇടയിൽ, ജ്യോതിഷികളുടെ ഇടയിൽ, ദുർമന്ത്രവാദികളുടെ ഇടയിലെല്ലാം അത് മാസത്തിൻ്റെ അവസാന ദിവസമായിട്ട് ചില സംസ്ഥാനങ്ങളിൽ ആഘോഷിക്കുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുമ്പോൾ അവർക്ക് മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലം ദൈവം അവർക്ക് ചെയ്ത നന്മകളെ ഓർക്കുകയും മാസാരംഭത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് ചില ബലികൾ അർപ്പിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവം കൊടുത്ത കൽപ്പനയാണ്. സംഖ്യാപുസ്തകത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവർ ഇങ്ങനെ ഒരു കൽപ്പന കൊടുത്തുവെങ്കിലും അത് ആദ്യമൊക്കെ അവർ കൃത്യമായിട്ട് ആചരിച്ചുവെങ്കിലും തുറന്ന് അത് വെറും ഒരു ആചരണം മാത്രമായിട്ട് മാറുകയും അവരുടെ കൈകൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഇതെനിക്ക് വെറുത്തു. ദൈവത്തിന് വേണ്ടത് നമ്മെ തന്നെ ശുദ്ധീകരിക്കാത്ത എല്ലാ ബലികളും ദൈവത്തിന് സ്വീകാര്യമല്ല. ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല. അവിടെ പറയുകയാണ് അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിപ്പിൻ, ന്യായം അന്വേഷിപ്പിൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ, അനാഥന് ന്യായം നടത്തി കൊടുപ്പിൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. അപ്പോൾ ഇവിടെ ഇവർ ഈ ആചാരങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരുന്നു. എല്ലാ മാസത്തിൻ്റെ ആരംഭ ദിവസം അമാവാസി ദിവസം അവർ വന്ന് ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കും. എന്നാൽ ഇത് അനാഥനെ വഞ്ചിച്ചതും വിധവയെ വഞ്ചിച്ചതും മറ്റുള്ള ജനത്തെ പരിച്ചെടുത്തതുമായിട്ടുള്ള പണം സമ്പാദിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങൾ വന്നിട്ട് ഇതെല്ലാം മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും എല്ലാം വന്നിട്ട് കൃത്യമായിട്ട് ദശാംശം കൊടുക്കുകയും കൃത്യമായിട്ട് സഭായോഗങ്ങളിൽ പങ്കെടുക്കുകയും കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് പ്രസാദം വരികയില്ല. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ ഈ പ്രാർത്ഥന കേൾക്കുകയില്ല. നിങ്ങളുടെ ദോഷങ്ങളെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ, ന്യായം അന്വേഷിക്കുവിൻ. ന്യായം അന്വേഷിക്കുന്നില്ല, നീതി നടപ്പാക്കുന്നില്ല. അനാഥനെയും വിധവകളൊക്കെ വഞ്ചിച്ചെടുത്തുകൊണ്ട് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഓഹരി കൊണ്ടുവന്ന് ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ദൈവത്തിന് അതിൽ പ്രസാദമില്ല എന്ന് ദൈവം പറയുകയാണ്. ആ ദിവസം ദൈവത്തോട് നന്ദി പറയുന്നതിനും പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കുന്നതിനും വേണ്ടി കൊടുത്തതാണ് അമാവാസി. എന്നാൽ ആ അമാവാസി ഒരു ആചാരമായിട്ട് മാറിയപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളുടെ അമാവാസിയൊക്കെ കണ്ട് ഞാൻ മുഷിഞ്ഞു, ഞാൻ മടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. ദൈവം അവരുടെ പ്രാർത്ഥനകൾ പുറമേയുള്ള ജീവിതം വലിയ ഭക്തിയും ആചാരങ്ങളും നിറഞ്ഞത് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും ദൈവഭയമില്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വെറുപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർ ബലി നൽകുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, എന്നാൽ അവർ പുറത്ത് കടുത്ത പാപങ്ങളിലും കടുത്ത ചതിയിലും വഞ്ചനയിലും അവർ തുടരുന്നു. അതുകൊണ്ട് ദൈവം അവരെ വെറുക്കുന്നു. അവർ പീഡിതരെ സഹായിക്കുന്നില്ല, അനാഥരെ സഹായിക്കുന്നില്ല, വിധവകളെ സഹായിക്കുന്നില്ല, നീതിക്ക് ന്യായത്തിന് വേണ്ടി നിൽക്കുന്നില്ല. നിരപരാധികളുടെ കണ്ണുനീരും അവരുടെ അലച്ചിലുകളും രോദനങ്ങളും ഉള്ളെടുത്ത് ദൈവത്തിന് ഒരിക്കലും പ്രസാദം ഉണ്ടാവുകയില്ല. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവം പറയാണ്, തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നിങ്ങൾ നിർത്ത്, നിങ്ങളുടെ തിന്മകൾ അവസാനിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വാ. നിങ്ങൾ മറ്റുള്ളവരെ വഞ്ചിച്ചെടുത്തുകൊണ്ട് ദൈവാലയത്തിലേക്ക് വന്ന് കൃത്യമായിട്ട് സമയത്ത് ദൈവാലയത്തിലേക്ക് വന്നാലൊന്നും ഞാൻ പ്രാർത്ഥന കേൾക്കാനായിട്ട് പോകുന്നില്ല. നന്മ ചെയ്യുവാൻ പഠിക്കുക, നിങ്ങൾ ന്യായം അന്വേഷിക്കുക, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുക, അനാഥന് ന്യായം നടത്തി കൊടുക്കുക, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കാം. ആചാരങ്ങൾ എത്ര കൃത്യമായിട്ട് ചെയ്താലും നമ്മുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതും ചതിവ് നിറഞ്ഞതുമാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകളൊന്നും കേൾക്കാനായിട്ട് പോകുന്നില്ല. ഇത് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ഒരു അറിയിപ്പായിരുന്നു, നിങ്ങൾ അമാവാസി ആചരിക്കണമെന്നുള്ളത്. എന്നാൽ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഏക ബലിയായി നമുക്ക് വേണ്ടി അർപ്പിച്ചതിനാൽ ഇനി ഈ പഴയ നിയമ യാഗങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ അമാവാസി ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമുക്കത് പറയുന്നുണ്ട്. പഴയതുപോലെ ദിവസങ്ങളും മാസങ്ങളും ആചരിക്കുന്നതും അതിൻ്റെ സമയം നോക്കി ജീവിക്കുന്നതെല്ലാം പുതിയ നിയമം വളരെ എതിർക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ കൊലോസ്യ 2:16-17. അതുകൊണ്ട് ഭോജനം, പാനം, പെരുന്നാൾ, വാവ്, അമാവാസി അവ നോക്കി, വാവ് എന്ന് പറഞ്ഞാൽ അമാവാസി, അവ നോക്കി ആരും ഇരിക്കരുത്. ഇതൊക്കെ വരുവാനുള്ളവയുടെ നിഴലത്രേ. ഇന്ന് പാവപരിഹാരത്തിന് ബലികൾ ആവശ്യമില്ല. ഇന്ന് മറ്റ് മൃഗബലികളൊന്നും ദൈവത്തിന് ആവശ്യമില്ല, ദൈവത്തിന് സ്വീകാര്യമില്ല. യേശുക്രിസ്തു ഏക പാപപരിഹാര യാഗമായി തീർന്നതിനാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ട്, നമുക്ക് വിടുതലുണ്ട്. എന്നാൽ നാം നീതിയും ന്യായം നടത്താതെ ദൈവസ്ഥനിലേക്ക് ചെന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കഴിച്ചാൽ ദൈവത്തിന് അത് അറപ്പാണ്, അത് വെറുപ്പാണെന്ന് പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ ഒരുപോലെ ഓർപ്പിക്കുന്നു. ഇതെല്ലാം ദൈവം പറഞ്ഞു കൊടുത്തിട്ട് അവരോട് പറയുകയാണ് അതിൻ്റെ 18-ാമത്തെ വാക്യങ്ങളിൽ, ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് നന്മ ചെയ്യാനായിട്ട് പഠിക്കുക,
നീതി ന്യായം നടപ്പാക്കുക. ഇതെല്ലാം നടത്തിയതിനു ശേഷം നിങ്ങൾ വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ഞു ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാനത് പഞ്ഞി പോലെ ആക്കി തീർക്കും. നാം നന്മകൾ ചെയ്യുക, തിന്മകൾ ചെയ്യുന്നത് നിർത്തുക, ദൈവസന്നിധിയിൽ ചെന്ന് മാനസാന്തരപ്പെട്ട് കരയുക, എന്നിട്ട് ദൈവത്തോട് വാദിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ പാവം എത്ര കടിഞ്ഞു ചുവപ്പായിരുന്നാലും അവയെല്ലാം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കൈകളെ മലർത്തുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരും. പുതിയ നിയമ സഭയിലുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ രാഹുകാലം നോക്കുക, വീട് കയറി താമസത്തിന് ചില ആചാരങ്ങൾ നടത്തുക, ഇതൊക്കെ തെറ്റാണ്, പാവമാണ്. ഇതൊക്കെ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ചില നിഴലുകൾ മാത്രമായിരുന്നു. ഇന്ന് അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അതെല്ലാം പാവമാണെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പെരുന്നാൾ, പാനം, ഭോജനം, വാവ് ഇതൊന്നും നോക്കുവാനായിട്ട് വിശ്വാസികൾക്ക് ആവശ്യമില്ല. അനേകർ അത് ചെയ്യുന്നുണ്ട്. അതൊക്കെ ദൈവത്തിന് വലിയ പാപമാണ്, ദൈവത്തിന് അറപ്പുള്ളതാണ്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മനസ്സാന്തരപ്പെട്ട് മുന്നോട്ട് പോകാൻ തക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച നല്ല വചനത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മ ചെയ്യുന്നത് നിർത്തുവാനും നന്മ ചെയ്യുവാൻ പഠിക്കുവാനും ഞങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫലങ്ങളുള്ളവരായി ഞങ്ങളെ തീർക്കണമേ കർത്താവേ. അങ്ങ് പറഞ്ഞ് വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുക. ഞങ്ങൾ വലിയ ഭക്തരെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ പലതും ചെയ്യുമ്പോഴും ഞങ്ങളിൽ ഫലമില്ലാതിരുന്നാൽ അത് ദൈവത്തിന് പ്രസാദമില്ലാതെ ഞങ്ങൾക്കറിയാൻ കർത്താവ്. അതുകൊണ്ട് വചനം കേട്ട മക്കളൊക്കെ നീ അനുഗ്രഹിക്കണമേ. എല്ലാവരും ഫലവത്തായി തീരുവാൻ തക്കണം, ഫലമുള്ളവരായി ജീവിക്കാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ. ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് മുക്തി തേടി കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വചനം കേട്ട മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരൊക്കെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം എടുത്തട്ടെ. ലടിയങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.